ഹലോ, വെൽക്കം ടു ലൈഫ് ടൈം ജെംസ്. ഇന്നെന്തോ അറിയില്ല, നേരത്തെ എഴുന്നേറ്റ്. സാധാരണ ഈ സമയത്തൊന്നും ഞങ്ങൾ എഴുന്നേക്കാറില്ല. ഉണ്ണി ഒരു 5:30 പോയി കഴിഞ്ഞാൽ കിടന്നാൽ പിന്നെ ലേറ്റാവും എഴുന്നേക്കാൻ. പക്ഷെ ഇന്നെന്തോ ഉണ്ണി പോയി കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങിയില്ല. കുറേ നേരം തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടന്ന് അങ്ങനെ ഇങ്ങോട്ട് എഴുന്നേറ്റ് പോകുന്നു. ഇന്നൊരു മടി പിടിച്ച ദിവസമാണ് കേട്ടോ. സൺഡേ ഉണ്ണി 3 മണിയൊക്കെ ആകുമ്പോഴേക്ക് തിരിച്ചെത്തും. ഇന്ന് ഉച്ചക്കത്തേക്ക് ഞങ്ങൾ ഫുഡൊന്നും ആക്കിയില്ല. സാധാരണ ഞങ്ങൾ തലേ ദിവസം ആക്കി വെക്കുന്നതാണല്ലോ. ഇന്നലെ ഞങ്ങൾക്ക് 2 പേർക്കും വയ്യായിരുന്നു. അപ്പോൾ പിന്നെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല. രാത്രി കഞ്ഞിയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ രാവിലേക്കൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ ഉണ്ണിക്ക് കൊണ്ടുപോകാൻ ഉച്ചക്കത്തേക്ക് ഞങ്ങൾ ശനിയാഴ്ച കുറച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിരുന്നു. അപ്പം ഞാനത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഉണ്ണി കൊണ്ടുപോയത്. ഉച്ചക്കത്തേക്കും രാവിലത്തേക്കൊക്കെ ഉള്ളത് ഇനിയിപ്പോൾ ഉണ്ടാക്കണം. അതാ തോന്നുന്നു എനിക്ക് ഉറക്കം കിട്ടാഞ്ഞത്. ഞാൻ നേരത്തെ എഴുന്നേറ്റ് ഇങ്ങോട്ട് പോകുന്നു. മക്കളെ എഴുന്നേൽക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ. അങ്ങനെ ഞാൻ കിച്ചണിലേക്ക് കയറിയപ്പോൾ ഇന്നലത്തെ പാത്രങ്ങളൊക്കെ ഉണ്ട് എനിക്ക് കഴുകാനുള്ളത്. സാധാരണ എല്ലാം കഴുകി വയ്ക്കുന്നതാണ്. ഇന്നലെ വയ്യാത്തതുകൊണ്ട് ഒന്നും കഴുകിയില്ല. അപ്പോൾ അതൊക്കെ ആദ്യം കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ച്. രാത്രി കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകുന്ന ഡ്യൂട്ടി ഉണ്ണിക്കാട്ടോ. അതൊക്കെ ഉണ്ണിയാണ് ചെയ്യൽ. ഇന്നലെ ഉണ്ണിക്ക് വയ്യാത്തതുകൊണ്ട് പിന്നെ അവിടെ വെച്ചതാ. പിന്നെ നേരത്തെ പോകണമല്ലോ, അപ്പോൾ രാവിലെ എന്തായാലും സമയം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ എഴുന്നേറ്റപ്പം ഞാനതൊക്കെ ചെയ്തു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ കാപ്പി കുടിക്കുന്നത് വളരെ കുറവാണ്. വൈകിട്ട് ഉണ്ണി വരുമ്പം ചിലപ്പം കാപ്പി ഉണ്ടാക്കും. അങ്ങനെ കുടിക്കുന്നതല്ലാതെ ഞാൻ മാത്രമാകുമ്പോൾ അങ്ങനെ കുടിക്കലില്ല. പിന്നെ പില്ലോനും എനിക്കൊക്കെ അങ്ങനെ കൊടുക്കലില്ല. ഇനി കുറച്ച് കാപ്പിയൊക്കെ ഒഴിവാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ണിനോട് പറഞ്ഞിട്ട് ഉണ്ണി എനിക്ക് ഗ്രീൻ ടീൻ്റെ വാങ്ങിച്ചു തന്നിരുന്നു. അങ്ങനെ ഞാനത് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് കുറച്ച് വെള്ളമൊക്കെ വെച്ച് ചൂടാക്കി. സത്യം പറഞ്ഞാൽ അത് വാങ്ങിച്ചു വെച്ച കാര്യം ഞാൻ മറന്നു കഴിഞ്ഞ്. ഓർമ്മ വരുമ്പോൾ ഉണ്ടാക്കി കുടിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പം പെട്ടെന്ന് ഓർമ്മ വന്നപ്പം കാപ്പി ഉണ്ടാക്കണ്ട, ഇത് കുടിക്കല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ഗ്ലാസ് എടുത്ത് ഉണ്ടാക്കി. എനിക്കിതിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമൊന്നുമല്ല, എന്നാലും നല്ലതല്ലേ കുടിക്കാമെന്ന് വിചാരിച്ച്.
ഗ്രീൻ ടീൻ്റെ ബോക്സ് തപ്പിയപ്പോഴാണ് അവിടെ ഒരു നൂഡിൽസിൻ്റെ പാക്കറ്റ് ഇരിക്കുന്നതുണ്ട്. അപ്പോൾ പിന്നെ ഇന്ന് രാവിലെ നൂഡിൽസ് ആക്കാമെന്ന് വിചാരിച്ച്. ഞാൻ പറഞ്ഞാൽ ഒന്നൊരു മടി പിടിച്ച ദിവസമായിരുന്നു എന്ന്. അപ്പോൾ പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കാൻ തോന്നിയില്ല, ഇത് മതിയെന്ന് വിചാരിച്ച്. അങ്ങനെ കുറച്ച് വെജിറ്റബിൾസൊക്കെ എടുത്ത് കട്ട് ചെയ്ത് അതിൻ്റെ കൂടെ ഇട്ട്, ഒരു കോഴിമുട്ട ഫ്രിഡ്ജ് കണ്ടപ്പോൾ അതുകൂടെ ഇതിൻ്റെ കൂടെ ഇട്ട്. ഈ കിച്ചണിലല്ലെങ്കിൽ സ്ഥലം വളരെ കുറവാണ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഈ വോക്കറും കൂടി ആകുമ്പം തീരെ നടക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ കുറേയൊക്കെ വോക്കർ ഇല്ലാതെ ഒന്ന് നടന്നു നോക്കി. പക്ഷെ എൻ്റെ നടത്തത്തിൽ എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ട്. നടക്കുമ്പോൾ കുറേ ആയില്ലേ വോക്കറിൽ നടക്കുന്നു. അപ്പോൾ ഇപ്പോൾ വോക്കറില്ലാതെ നടക്കുമ്പോൾ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട്, ചെറിയൊരു വേദനയുണ്ട്. എന്നാലും കുഴപ്പമില്ല. 1.5 മാസം കഴിഞ്ഞ് എന്നോട് നടന്നോളാൻ പറഞ്ഞതാണ് ഡോക്ടർ. അപ്പം ഞാൻ ദാ റൂമിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കുറച്ചായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഒരു ഡോക്ടറെ കാണിച്ചിട്ടൊക്കെ വോക്കർ ഒഴിവാക്കാമെന്ന് വിചാരിച്ചതാണ്. ഡോക്ടർ എന്താ പറയുന്നത് നോക്കിയിട്ടേ. പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഡോക്ടറെ അടുത്ത് പോയിരുന്നു. അതൊരു വലിയ സ്റ്റോറിയാണ്, അത് ഞാൻ വേറെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അങ്ങനെ മക്കൾ എഴുന്നേൽക്കുമ്പോഴേക്ക് ഈ നൂഡിൽസിൻ്റെതൊന്നും ആക്കിയെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഓരോന്നും കട്ട് ചെയ്ത് അങ്ങനെ പതിയെ ഉണ്ടാക്കാൻ തുടങ്ങി.
പെട്ടെന്ന് ചോറ് വയ്ക്കാത്ത കാര്യം ഓർമ്മ വന്ന്. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചോറിനുള്ള വെള്ളം കൂടി വെച്ചു. നല്ല വേവുള്ള അരിയാണ്, അപ്പോൾ പിന്നെ റൈസ് കുക്കറിൽ ഇറക്കി വെക്കാനാണ്.
അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിഞ്ഞ് ഇനി അവരെഴുന്നേൽക്കുമ്പോഴേക്ക് എന്തെങ്കിലും ബൂസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. അതവർ എഴുന്നേറ്റിട്ട് ചൂടോടെ കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്ത് അപ്പോഴേക്ക് ചോറ് തിളയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ വേഗം റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് അങ്ങനെ ഏകദേശം പണി കഴിഞ്ഞ് ഇനി ചോറിന് എന്തെങ്കിലും കറി ആക്കണം. ഒറ്റയടിക്ക് എല്ലാം കൂടി ചെയ്യാൻ എനിക്കിപ്പോൾ വയ്യ. അതുകൊണ്ട് കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ ഇനി അടുത്ത പണിക്ക് പോകാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ പോയിരുന്ന് കുറച്ച് നേരം ഫോണിലൊക്കെ കളിച്ച് അങ്ങനെ ഇരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച സമയം വെറുതെ കളയുന്ന എന്തിനാ അവരെ എഴുന്നേൽക്കുമ്പോഴേക്കും എനിക്ക് പോയി കുളിക്കല്ലോ എന്ന്. ഇവിടെ വന്നതിന് ശേഷം എൻ്റെ കുളീൻ്റെ കാര്യമൊക്കെ കണക്കാണ്. തല കഴുകുന്നത് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെയാണ്. കാരണം ഇവിടെ നല്ല തണുപ്പാണല്ലോ. ചുമ വന്ന അന്ന് തൊട്ട് എനിക്ക് ചുമയാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ തല കുളിക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസമാക്കി. അപ്പോൾ ഇന്നെന്തായാലും ഒന്ന് തല കുളിക്കല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ തലയിൽ വെളിച്ചെണ്ണ ഇടാൻ വേണ്ടി എടുത്തപ്പോൾ ആ വെളിച്ചെണ്ണ കട്ട പിടിച്ച് കിടക്കുന്നു. ഞാനെന്ത് ചെയ്തു, ഒരു മഗ്ഗിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് അതിലെടുത്ത് ഇറക്കി വെച്ച് എന്നിട്ട് റൂമിൽ പോയി നോക്കിയപ്പോൾ മക്കൾ നല്ല ഉറക്കാം. അപ്പോൾ പിന്നെ അവരെ എഴുന്നേൽപ്പിക്കണ്ടല്ലോ വിചാരിച്ച്. അവരെഴുന്നേൽക്കുമ്പോഴേക്കും എനിക്ക് വിളിച്ച് വരാമല്ലോ. ഇത് ഞാൻ റോസ്മേരിൻ്റെ ഡ്രൈഡ് ലീവ്സ് വാങ്ങിച്ചിരുന്നു. അതുകൊണ്ട് അമ്മ ഉണ്ടാക്കി തന്ന വെളിച്ചെണ്ണ. പക്ഷേ ഈ തണുപ്പത്ത് അധികം വെളിച്ചെണ്ണ തലയിലിട്ടാലും എനിക്ക് പ്രശ്നമാണ്. തൊണ്ടവേദന, ചുമ ഇതൊക്കെ വരും. അതുകൊണ്ട് ഞാൻ തലയിൽ വെളിച്ചെണ്ണ തേക്കുന്നതും കുറവാണ്. പിന്നെ എന്തായാലും ഒന്ന് നല്ലോണം തേച്ചിട്ട് കുളിക്കാമെന്ന് വിചാരിച്ച്. ചുമ എന്തായാലും മാറുന്നില്ല, വെളിച്ചെണ്ണ തേച്ചാലും ഇല്ലെങ്കിലും. അപ്പോൾ പിന്നെ തേക്കാൻ തന്നെ വിചാരിച്ച്. പിന്നെ അതുമല്ല, മുടി നല്ലോണം കൊഴിയുന്നുണ്ട് ഇവിടെ വന്നതിന് ശേഷം. എനിക്ക് പോകുമ്പോൾ എൻ്റെ മുടി ഫുള്ളായിട്ട് ഉണ്ടാവുമെന്ന് തന്നെ അറിയില്ല, ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഹെയർ കെയർ ചെയ്തില്ലെങ്കിൽ എൻ്റെ മുടീൻ്റെ കാര്യം വളരെ കഷ്ടത്തിലാവും. മക്കൾ എഴുന്നേൽക്കുമ്പോഴേക്ക് കുളിച്ച് വരാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ രണ്ടുപേരും എഴുന്നേറ്റ്. ആദ്യം പില്ലോ എഴുന്നേറ്റത്. അപ്പോൾ അവനോട് ഞാൻ വേഗം ബ്രഷ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ അവൻ ബ്രഷ് ചെയ്ത് വരുമ്പോഴേക്കും അടുത്ത ആൾ എഴുന്നേറ്റ്. ഇവിടെ വാ, എഴുന്നേറ്റ് വാ. നിക്കീനെ ഞാൻ വേഗം എഴുന്നേൽപ്പിച്ച് ബ്രഷ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് അവർക്ക് വേഗം കഴിക്കാൻ എന്തെങ്കിലും കൊടുത്തിട്ട് കുളിക്കാൻ പോകാമല്ലോ വിചാരിച്ച്. അങ്ങനെ അതാ അവർക്ക് വേണ്ടിയിട്ട് ബൂസ്റ്റും ആക്കി കൊടുത്ത് നൂഡിൽസും കൊടുത്ത് രണ്ടുപേരും അവിടെ ഇരുന്ന് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു.
നിക്കിക്ക് ഞാൻ ആദ്യം കൊടുത്ത്, പില്ലുവിനോട് പില്ലു കുളിച്ചിട്ടാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവൻ കുളിച്ച് വന്നോട്ടെ വിചാരിച്ചു. അങ്ങനെ അവൻ കുളിച്ച് വരുമ്പോഴേക്ക് നിക്കിക്ക് ഞാൻ കൊടുത്ത് കഴിക്കാൻ. അമ്മ വായിലിട്ടായിരുന്നോ? അമ്മ തരട്ടെ? അമ്മ തരട്ടെ? രണ്ടുപേരും കൂടി ഇരുന്ന് കഴിക്കുന്നുണ്ട്. അങ്ങനെ അവരെ രണ്ടുപേരെയും കഴിക്കാനാക്കിയിട്ട് ഞാൻ കുളിക്കാൻ വേണ്ടി പോയി. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വന്ന് വിളക്ക് കത്തിച്ച് അതൊക്കെ കഴിഞ്ഞ് റൂമിൽ ചെന്ന് നോക്കുമ്പോൾ രണ്ടുപേരും കഴിച്ച് കഴിഞ്ഞ് പ്ലേറ്റൊക്കെ താഴെ ഇട്ടിട്ട് അങ്ങനെ ടി വിയും കണ്ടിരിക്കുക. പിന്നെ ഞാൻ പോയിട്ട് കഴിച്ച്. അങ്ങനെ വീണ്ടും പാത്രം കഴുകാനായി. ഇതെത്ര കഴുകിയാലും തീരാത്ത അത്രയും പാത്രം ഉണ്ടാവും. ഇതെവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയില്ല. ആകെ കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ. അതെന്നെ വീണ്ടും വീണ്ടും കഴുകാനുണ്ടാവും. പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് ഇനി ചോറിന് കറിയാക്കണം. അങ്ങനെ എന്ത് കറി ഉണ്ടാക്കുമെന്ന് വിചാരിച്ച് നോക്കുമ്പോഴാണ് 2 ഉരുളക്കിഴങ്ങ് കണ്ടത്. അങ്ങനെയാണെങ്കിൽ പൊട്ടറ്റോ റൈസ് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച് അങ്ങനെ എൻ്റേതായ രീതിയിൽ ഞാനൊരു പൊട്ടറ്റോ റൈസ് ഉണ്ടാക്കി. അതിനുവേണ്ടി ഞാൻ 2 പൊട്ടറ്റോ എടുത്ത്, പിന്നെ 3 വലിയ ഉള്ളി എടുത്ത്, 1 തക്കാളി എടുത്ത്, ഇതൊക്കെ കട്ട് ചെയ്തെടുത്ത്
ഉരുളക്കിഴങ്ങ് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതാദ്യം മസാലയൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത്. ഇതിനിടയിൽ ചോറിൻ്റെ കാര്യം വിട്ടുപോയി. അങ്ങനെ ചോറ് നോക്കിയപ്പം വെന്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് വേഗം വാർത്ത് വെച്ചു. അങ്ങനെ പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുത്ത് ഇനി വേറൊരു പാത്രത്തിലേക്ക് ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റി കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് കുറച്ച് ചോറും ഈ ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ.
അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള പണിയും കഴിഞ്ഞു. ഇനി കിച്ചണൊന്ന് ക്ലീൻ ചെയ്യണം. അതോടെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് റെസ്റ്റ് എടുക്കാൻ. ഇനി വയ്യ, ഇനി ഒന്നും ചെയ്യാൻ വയ്യ. ഇതാ ഞാൻ പറഞ്ഞത് ഇന്നൊരു മടി പിടിച്ച ദിവസമായിരുന്നു എന്ന്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യണേ.